പ്രയാണം നോമ്പുകാല ചിന്തകൾ 47-ാം ദിനം. ഈശോയുടെ കുരിശുമരണവും മനുഷ്യകുലത്തിന് നൽകുന്ന 4 വെളിപാടുകളും. ലോകരക്ഷയ്ക്കായി ഈശോ കാൽവരിയിൽ കുരിശുമരണം വരിക്കുമ്പോൾ കുരിശിൻ ചുവട്ടിൽ നിന്നവരിൽ പരിശുദ്ധ മറിയമൊഴികെ മറ്റെല്ലാവരും ഈശോയുടെ കുരിശുമരണം അവിടുത്തെ അവസാനമായാണ് കണ്ടത്. വെള്ളം വീഞ്ഞാക്കിയവൻ, മുടന്തനും ഊമനും ബധിരനും സൗഖ്യമേകിയവൻ, മരിച്ചവർക്ക് ജീവൻ നൽകിയവൻ ഇതാ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. അവിടുന്ന് മർദ്ദനത്തിനും പീഡനങ്ങൾക്കും അപമാനത്തിനും ഇരയാക്കപ്പെട്ടു. അവിടുത്തെ രക്ഷിക്കുവാനോ മോചിക്കുവാനോ ആരും വന്നില്ല. അതേ, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഈശോ ഒരു വലിയ പരാജയമായിരുന്നു. കുരിശിൽ തൂങ്ങി നിൽക്കുന്ന ദൈവപുത്രനെ മനുഷ്യനായി പോലും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. യഹൂദർക്ക് അവിടുന്ന് വെറും പരാജിതനായ മിശിഹായാണ്. എന്നാൽ ഈശോയുടെ കുരിശുമരണത്തിലൂടെ വെളിപ്പെടുത്തപ്പെടുന്ന 4 സത്യങ്ങൾ നാം മനസ്സിലാക്കാതെ പോകരുത്. 1. ഈശോ ദിവ്യ വൈദ്യൻ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരുന്നു. അഗ്നേയ സർപ്പങ്ങളുടെ ദംശനമേറ്റ് ഇസ്രായേൽ ജനത്തിൽ വളരെ പേർ മരുഭൂമിയിൽ മരിച്ചു വീണപ്പോൾ ജനം മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അങ്ങേക്കും കർത്താവിനുമെതിരായി സംസാരിച്ചു, ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളോട് പിൻവാങ്ങാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. മോശ ജനത്തിനു വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് പറഞ്ഞു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. സർപ്പദംശനമേറ്റവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ട് സർപ്പത്തെ ഉണ്ടാക്കി ഒരു വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ അതിൽ നോക്കി അവർ ജീവിച്ചു. യവന പാരമ്പര്യത്തിൽ വടിയിൽ ചുറ്റപ്പെട്ട പാമ്പ് വൈദ്യന്മാരെ സൂചിപ്പിക്കുന്ന അടയാളമാണ്. യോഹന്നാന്റെ വീക്ഷണത്തിൽ മനുഷ്യവംശത്തിന്റെ മുറിവുകൾ ഉണക്കാൻ ദൈവപിതാവ് അയച്ച ദിവ്യ വിശ്വകരനാണ് ഈശോ. 2. കാൽവരിയിലെ കുരിശ് സ്നേഹിതർക്കായി ജീവൻ അർപ്പിക്കുന്ന ബലിപീഠം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ദൈവപുത്രൻ എന്തിനു വേണ്ടി കുരിശിൽ മരിച്ചു? ഉത്തരം ഒന്നേയുള്ളൂ: മനുഷ്യവംശത്തെ അവിടുന്ന് സ്നേഹിച്ചിരുന്നു. ദൈവസ്നേഹത്തിൻ്റെ അടയാളവും ആവിഷ്കാരവുമായാണ് ഈശോയുടെ കുരിശുമരണം. ആ സ്നേഹം മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുവാൻ മനുഷ്യവംശത്തെ മെനയുന്നു. 3. ക്രൂശിതൻ, പറുദീസായിലേക്കുള്ള ചൂണ്ടുപലക. ഈശോ തൻ്റെ വലതുഭാഗത്തുള്ള കള്ളനോട് പറഞ്ഞു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. എത്ര വേഗതയിൽ പറുദീസ സ്വന്തമാക്കിയ ഒരുവൻ ഈ ഭൂമിയിൽ ഉണ്ടാകുകയില്ല. ഈശോ നോക്കി, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന ഒറ്റ പ്രാർത്ഥന നല്ല കള്ളനെ പറുദീസായിലെത്തിക്കുന്നു. ക്രൂശിതനെ നോക്കുന്നവർ പറുദീസായുടെ വഴിയിലാണ്. 4. മരണം ഒരു സമർപ്പണം. വിശുദ്ധ കുരിശിൻ്റെ സവിശേഷകനായ വിശുദ്ധ ലൂക്കായുടെ ഭാഷ്യമനുസരിച്ച് ഈശോ കുരിശിൽ കിടന്ന് മരിക്കുന്നതിന് തൊട്ടുമുമ്പ് യഹൂദരുടെ സഹായന സങ്കീർത്തനം 31 ചൊല്ലുന്നു. ഭക്തരായ യഹൂദ ദേവാലയത്തിൽ ഈ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് കുരിശിൽ കിടന്ന യേശുവും ഈ സങ്കീർത്തനം ഉരുവിടുന്നു. അതിൽ പിതാവേ എന്ന ഒരു വാക്ക് കൂട്ടിച്ചേർത്താണ് അവിടുത്തെ പ്രാർത്ഥന. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കുരിശിലെ ബലിയിലൂടെ മരണത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് യേശു നമ്മെ വിമോചിപ്പിച്ചു. മരണത്തിന് പുതിയ ഒരു മാനം അവിടുന്ന് നൽകി. മരണത്തെ ഒരു പരിപൂർണ സമർപ്പണമായി ഉയർത്തി. അന്ധകാരത്തിൻ്റെ അഗാധമായ ചുടിയിലേക്കല്ല, മറിച്ച് സ്നേഹപിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള മടക്കയാത്രയായി കുരിശിലെ തൻ്റെ സമർപ്പണത്തിലൂടെ മരണത്തെ അവിടുന്ന് പുനർനിർവചിച്ചു. കുരിശിൽ മരിക്കുവാൻ ഈശോ വിശുദ്ധീകരണം അന്വേഷിച്ചില്ല. മനുഷ്യവംശത്തെ സ്നേഹിക്കുവാൻ ദൈവം വിശുദ്ധീകരണങ്ങൾ നേടാത്ത കുരിശിൻ ചുവട്ടിൽ വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ വാക്കുകൾ മറക്കാതെ നമുക്ക് സൂക്ഷിക്കാം. ദൈവത്തിന് പാപമില്ലാത്ത ഒരു മകൻ ഭൂമിയിലുണ്ടായിരുന്നു. എന്നാൽ സഹനങ്ങളില്ലാത്ത ആരും ഇല്ലായിരുന്നു. വിശുദ്ധ കുരിശിനെ സ്നേഹിക്കുവാനും ക്രൂശിതനെ ആശ്ലേഷിക്കുവാനും ക്രൂശിതൻ കരുത്ത് പകരട്ടെ.